8ാം ക്ലാസ്സിൽ തോറ്റപ്പം അച്ഛൻ ചെത്ത് പഠിപ്പിച്ച് എത്ര നന്നായി. ഇതാകുമ്പോൾ ഒരുത്തരം ഇവിടെ ക്യൂ നിൽക്കേണ്ട, ചെയർ വിടണ്ട, പടിഞ്ഞാറ് വന്നൊരു മേക്കാട്ടൂടെ അടിച്ചാൽ കള്ളന്ന സ്വർഗപാനീയം തെങ്ങിൻ്റെ മണ്ടയിലാണെന്ന സത്യം കണ്ടുപിടിച്ചൊരു ചെത്തുകാരൻ വിളിക്കുന്നു. ഹലോ, കൊച്ചൂട്ടൻ പറയടാ, എന്താണ്? ഒരു കിണ്ണം കാച്ചി ന്യൂസ് ഉണ്ട്. ന്യൂസോ? പറയടാ, വേഗം നമ്മുടെ കണ്ണാടിക്കരയിൽ നിന്ന് നാട് വിട്ടുപോയ ഒരാള് തിരിച്ച് കരയിലോട്ട് വരുന്നുണ്ട്. ആരാടാ? അത് സർപ്രൈസാ. ആള് ജെട്ടി വന്ന് ഇറങ്ങുമ്പോ കണ്ടാ മതി. അതിപ്പോ കണ്ണാടിക്കരയിൽ നിന്ന് നാട് വിട്ടുപോയതാരാ? ദിനേശനാണെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുവോ? പനക്കാവിലെ അമ്മക്ക് മുഴുക്കാപ്പ്, അർത്ഥങ്ക വെളുത്തേക്കിന് ഒരു കൂടും മെഴുകുതിരി, എന്തെങ്കിലും ഒന്ന് നടത്തി തരണേ. എന്തുവാണ ഒരു ചൂടക്കറി അടുക്കുന്നില്ല. അറിഞ്ഞോ ദിനേശൻ വരുന്നെന്ന്? ദിനേശനോ? കൊച്ചുകൂട്ടൻ ആലപ്പുഴ മീൻ വിൽക്കാൻ ചെന്നപ്പോ അവിടെ വെച്ച് അവനെ കണ്ടെന്ന്. ദിനേശന് തന്നെ ഭാവിച്ചോണ്ടോ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കി നാട് വിട്ടിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുവാ? ഇത് കുഴപ്പമാകും. എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. പണ്ട് കിടന്ന കാര്യമില്ലേ, അതൊക്കെ നാട്ടുകാർ മറന്നു കാണും. നാട്ടുകാർ മറന്നു കാണും, പക്ഷെ നമ്മുടെ പഴയ മെമ്പർ കുഞ്ഞിക്കണ്ണ ഒന്നും മറന്നു കാണത്തില്ല. അമ്മാതിരി പണിയല്ലേ പറഞ്ഞിട്ട് പോയത്. പഞ്ചായത്തിലെ തൂപ്പുകാരിയായിട്ട് അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞ് പറിച്ചത് പോരാഞ്ഞിട്ട് പോസ്റ്റ് എഴുതി ഒട്ടിക്കഴിഞ്ഞിട്ടില്ല അവൻ ബോംബെക്ക് നാട് വിട്ടത്. അത് ഇലക്ഷൻ സമയത്ത്. അതേന്ന് 2 തവണ മെമ്പറായിട്ടിരുന്ന ആളാ 8 നിലയിലാ പൊട്ടിയത് പോട്ടെ, അവത്തിന്റെ പെണ്ണുമ്പിള്ള വരെ ഇട്ടു പോയിക്കളാം. എടാ, അതാടാ രാഷ്ട്രീയ തന്ത്രം. അയ്യോ, ഇതിനൊക്കെ രാഷ്ട്രീയ തന്ത്രം എന്നല്ല പറയുന്നത്, തന്തയില്ലാഴിയെന്നാണ്. ദിനേശൻ ഞങ്ങളുടെ പാർട്ടിയുടെ മുത്ത. എന്തായാലും അവന്റെ വരവോടുകൂടി കണ്ണാടിക്കരയിൽ പാർട്ടി ഒന്ന് ഉഷാറാകും. നീ അങ്ങോട്ടെ. ഞാനേ നമ്മുടെ അച്യുത മെമ്പർ അത് കാണാൻ പോകും. പറ്റുകയാണെങ്കിൽ അവന് ജെട്ടി വെച്ചൊരു ഗംഭീര സ്വീകരണം. സംഭവം കൊഴുക്കുകയാണ്.